نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب أيها الناس أوصيكم أولا بتقوى الله സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യം ആസ്വദിച്ചുകൊണ്ടാണ് റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ പള്ളിയിൽ ഭവനത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്ക് സാധിച്ചത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഓരോ സെക്കൻഡിലും സഹോദരന്മാരെ നമ്മൾ അള്ളാഹ്ക്ക് സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൗഹീദിന്റെ ദിക്റുകൾ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അല്ലാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെയൊക്കെയുള്ള ദിക്റുകൾ അള്ളാഹ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട വചനങ്ങളാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചതിന്റെ വ്യാപ്തി നമ്മൾ നന്നായി ചിന്തിക്കണം. ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ല. ഒരുപാട് ആളുകൾക്ക് നമസ്കരിക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾക്ക് നോമ്പനുഷ്ഠിക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അങ്ങേയറ്റം വിദൂരമാണ്. ഇവിടെയാണ് നമ്മൾ അള്ളാഹിനെ ഓർക്കേണ്ടത്. അള്ളാഹിനെ ഓർക്കുക മാത്രമല്ല, അള്ളാഹ്ക്ക് നമ്മൾ നിരന്തരം നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഒരു റമളാനിൽ ജീവിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയെന്ന് പറയുന്നത് നമ്മളതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ഒരു ഷഹീദിനെ പോലും തള്ളുന്ന, ഷഹീദിനെ പോലും മുൻകടക്കുന്ന അവസ്ഥ റമളാനിൽ നോമ്പ് നോറ്റ ഒരാൾക്കുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, റമളാൻ ആഗതമാവുന്നതിന്റെ തലേ ദിവസം മരണപ്പെട്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്.
അള്ളാഹ് നമുക്ക് ചെയ്തു തരുന്ന ഓരോ അനുഗ്രഹവും എപ്പോഴാണ് വാല്യുബിൾ ആവുക അല്ലെങ്കിൽ മൂല്യമുള്ളതാവുക? അത് തടയപ്പെടുമ്പോഴാണ്. ഒരു ഗ്ലാസ് വെള്ളം തൊണ്ടയിൽ കൂടി വയറ്റിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് അത് കാത്തു നിൽക്കുന്ന രോഗികളുണ്ട് സഹോദരന്മാരെ. ഇന്ന് ഞാൻ വെള്ളം തൊണ്ടയിൽ കൂടി കുടിച്ചു എന്നുള്ളത് പോസ്റ്റിട്ട സഹോദരന്മാരുണ്ട്. അത് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് യാ ഇബാദില്ലദീന ആമനു ഖുൽ യാ ഇബാദില്ലദീന ആമനു ഇത്തഖൂ റബ്ബക്കും ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയാ ഹസന വഅർളുല്ലാഹി വാസിഅ ഇന്നമാ യുവഫസ് സ്വാബിറൂൻ അജ്റഹും ബിഗൈരി ഹിസാബ്. സൂറത്ത് സുമറിലെ 9-ാമത്തെ വചനമാണ്. പറയണം, വിശ്വസിച്ചവരായ എന്റെ ദാസന്മാരെ, അള്ളാഹ് എന്നോടും നിങ്ങളോടും എത്ര വലിയ ഇഷ്ടമാണ്. ഇപ്പൊ നമ്മൾ ചില ആളുകളെങ്കിലും പറയണ്ട് നോമ്പ് എന്നുള്ളതൊരു പ്രയാസമാണ്. അള്ളാഹ് ദാസന്മാരെ പ്രയാസപ്പെടുത്തുകയാണെന്ന് അറിവില്ലാതെ പറയുന്ന ആളുകളുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ലല്ലോ. അള്ളാഹ്ക്ക് നമ്മോട് എത്ര വലിയ ഇഷ്ടമാണ്. ആ ഇഷ്ടം കൊണ്ടാണ് അയ്യാമൻ മഅദൂദ, എണ്ണപ്പെട്ട ദിനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. നോമ്പിൽ രോഗങ്ങൾ കുറയുന്നു, മാനസിക സംഘർഷങ്ങൾ കുറയുന്നു, പരാതികൾ കുറയുന്നു, കലഹങ്ങൾ കുറയുന്നു. ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ തൗഫീഖാണ്. അതുകൊണ്ട് എന്റെ പൊന്നുദാസന്മാരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം. റമളാനിൽ മാത്രമല്ല സഹോദരന്മാരെ, റമളാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും എല്ലാ സമയങ്ങളിലും യാ ഇബാദില്ലദീന ആമനു, വിശ്വസിച്ച എന്റെ ദാസന്മാരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്തുകൊണ്ട്? ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന, ഈ ഐഹിക ജീവിതത്തിൽ നന്മ പ്രവർത്തിച്ച ആളുകൾക്ക് സൽഫലമുണ്ട്. പരലോകത്ത് മാത്രമല്ല, ഈ ദുനിയാവിന് നല്ല രൂപത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സമാധാനം തരാൻ അള്ളാഹ് ബാധ്യസ്ഥനാണ്. അള്ളാഹ് നൽകും. അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്. ക്ഷമാശീലർക്ക് തന്നെയാണ് തങ്ങളുടെ പ്രതിഫലം കണക്ക് നോക്കാതെ നിറവേറ്റി കൊടുക്കപ്പെടുക. ഇപ്പൊ നോമ്പ് നോൽക്കാൻ വേണ്ടിയിട്ട് ദാഹം സഹിക്കുന്നു രോഗികളായ ആളുകൾ. വൈകുന്നേരമാകുമ്പോഴേക്ക് ആകെ ക്ഷീണിച്ച് അവശരാകുന്നു. ഡയബറ്റിക് പേഷ്യൻസിനെ നമ്മൾ കാണുന്നുണ്ട്, തച്ചഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കു വേണ്ടിയാ നോമ്പ് നിൽക്കുന്നത്? അള്ളാഹിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി. എനിക്ക് വേണ്ടിയിട്ടാണ് എന്റെ ദാസൻ നോമ്പ് വെച്ചത്, അതിന് പ്രതിഫലം ഞാനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. സൂറത്തുൽ ഖസസ് 77-ാമത്തെ വചനം. അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടണം. നല്ല വീട്, നല്ല ഭാര്യ, നല്ല മക്കൾ, നല്ല സൗകര്യങ്ങളൊക്കെ അല്ലാഹു തന്നിട്ടുണ്ട്. എന്നിട്ടും അള്ളാഹനെ ഓർക്കാതെ, നിസ്കരിക്കാതെ, നോമ്പ് നോൽക്കാതെ തോന്നിവാസങ്ങളിൽ ഒഴുകുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത് സഹോദരന്മാരെ. അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടണം. അള്ളാഹ് പറയാണ്, വലാ തൻസ നസീബക മിനദ് ദുനിയ, ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കേണ്ടതില്ല. നല്ല വീട് ആസ്വദിക്കാം, നല്ല ഭാര്യ ആസ്വദിക്കാം, നല്ല വാഹനം ആസ്വദിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം. ഐഹിക ജീവിതത്തിലുള്ള നിന്റെ ഓഹരി നീ വിസ്മരിക്കേണ്ടതില്ല. ഐഹിക നേട്ടങ്ങളിൽ നിന്ന് നിനക്ക് അനുവദനീയമായിട്ടുള്ള ഒരു വിഹിതമുണ്ട്, അത് നീ ഒരിക്കലും വിസ്മരിക്കേണ്ടതില്ല. അത് എനിക്ക് ഉപയോഗിക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐഹിക നേട്ടങ്ങളൊക്കെ നശ്വരമാണ്, ശാശ്വതമല്ല, നഷ്ടപ്പെടുന്നതാണ്. എന്നാൽ വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. ഭൂമിയിൽ എന്തുണ്ടാവാൻ പാടില്ല? നമ്മൾ ഫസാദിൽ ഏർപ്പെടരുത്. നമുക്കുള്ള വിഹിതം നമുക്ക് ആസ്വദിക്കാം. അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത വിഭാഗക്കാരാണ് ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളാണ്, ഫിത്ന ഉണ്ടാക്കുന്ന ആളുകളാണ്. നമ്മൾ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനമെടുക്കണം. അതാണ് ഈ റമളാനിൽ നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി.
ഈ 27 ദിവസങ്ങൾ 26 ദിവസങ്ങൾ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലാഹ് അനുവദിച്ച കാര്യങ്ങൾ പോലും നമ്മൾ സ്വന്തം ശരീരത്തിനും മനസ്സിനും ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശാശ്വത വിജയം കരസ്ഥമാക്കാൻ വേണ്ടി നിഷിദ്ധങ്ങളിൽ നിന്ന്, നിഷിദ്ധ സമ്പാദ്യങ്ങളിൽ നിന്ന്, നിഷിദ്ധ കാഴ്ചകളിൽ നിന്ന്, നിഷിദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന്, മോശപ്പെട്ട സംസാരങ്ങളിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു വെക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന വറളൂ ബിൽ ഹയാത്തി ദുനിയ വത്മഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. സൂറത്ത് യൂനുസ് 7-ാമത്തെ വചനം. എന്താ ഇവിടെ പറയുന്നത് സഹോദരന്മാരെ? നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുന്നവർ ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുകയും അതിൽ സമാധാനമടയുകയും ചെയ്ത ആളുകൾ, നമ്മുടെ തെളിവുകളെപ്പറ്റി അശ്രദ്ധരായി കഴിയുന്നവരും, അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട്. അള്ളാഹിന്റെ എല്ലാ നിയമങ്ങളും ആസ്വദിക്കുന്നു, എന്നിട്ടും നന്ദികേട് പ്രവർത്തിക്കുന്നു, അള്ളാഹിനെ നിഷേധിക്കുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അശ്രദ്ധരാകുന്നു. ഉലൈക മഅവാഹുമുൻ നാർ ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ സങ്കേതം നരകം തന്നെയാണ്. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ട് അതിൽ പ്രവേശിക്കേണ്ടി വരും. ആ നിന്ദ്യമായ ശിക്ഷയിൽ നിന്ന് മോചനം തേടാൻ വേണ്ടിയിട്ടാണ് അവസാനത്തെ പത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി, ദുആ ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞത്. അല്ലേ? ഒരുപാട് ആളുകൾ അല്ലാഹ് നരകത്തിൽ നിന്ന് മോചിതരാക്കും. ഇത്ഖും മിനന്നാർ, നരകമോചനം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുക, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക. അത് തൗഫീഖാണ്. അത് പ്രവർത്തനങ്ങൾ മുഖേന മാത്രം സംഭവിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരാൾ വന്നിട്ട്, അയാൾ ദീർഘ യാത്ര നടത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തുകയാണ്. അപ്പൊ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, ഞാൻ പ്രവാചകനെയാണ് അന്വേഷിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളുടെ പ്രവാചകനാണ്. അപ്പൊ അദ്ദേഹം ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ഇസ്ലാം കാര്യങ്ങൾ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഷഹാദത്ത് പറഞ്ഞു കൊടുക്കുന്നു, നിസ്കാരം പറഞ്ഞു കൊടുക്കുന്നു, സക്കാത്ത് പറഞ്ഞു കൊടുക്കുന്നു, ഹജ്ജ് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ പറഞ്ഞു കൊടുത്തതിനു ശേഷം ഇതാണോ ഇസ്ലാം? അതേ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ ഇതിലൊക്കെ വിശ്വസിച്ചിരിക്കുന്നു, അത് ഉൾക്കൊണ്ടിരിക്കുന്നു. ഇതാ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു ഒട്ടകപ്പുറത്താണ് വന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ഒട്ടകത്തിന്റെ വീഴ്ചയിൽ അടിയിൽപ്പെട്ട് മരിക്കാണ്. കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം മരിക്കാണ്. ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കപ്പെടുകയാണ്. അദ്ദേഹം വിശപ്പുള്ളവനായിരിക്കെയാണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങൾ മലക്കുകൾ കൊടുക്കുന്നതായിട്ട്. എന്താ അദ്ദേഹം ചെയ്ത അമലു സ്വാലിഹാത്ത്? അയാൾ ഒരു അമലും ചെയ്തിട്ടില്ല. ഈമാൻ കറക്റ്റാക്കി അദ്ദേഹം മരണപ്പെട്ടു. നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. റമളാനിന്റെ അവസാനത്തെ 10 ഇനിയും നമുക്ക് അമലുകൾ ചെയ്യാനുള്ള അവസരമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളുടെ റിസൾട്ട് തീരുമാനിക്കുന്നത് അവസാനം നോക്കിയിട്ട്. അപ്പൊ ചില ആളുകളുടെ ധാരണ എന്താ വെച്ചാൽ അവസാനത്തെ 10 27 കഴിഞ്ഞ എഴുതുന്നു. അല്ല, പള്ളിയിൽ ഇൽതികാഫ് ഇരിക്കാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശവ്വാൽ മാസപ്പിറവി കാണുന്ന നിമിഷം വരെ പള്ളിയിൽ ഇൽതികാഫ് ഇരിക്കണം, ഭജനിരിക്കണം, അമൽ സ്വാലിഹാത്ത് ചെയ്തുകൊണ്ടിരിക്കണം. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പരാമർശിക്കപ്പെടുത്ത് ഒറ്റപ്പെട്ട രാവ് പറഞ്ഞു, ഇരട്ട രാവുകളും പറഞ്ഞിട്ടുണ്ട്. അത് 21-നാവാം, 27-നാവാം, 25-നാവാം, 22-നുമാവാം, 24-നാവാം, 26-നാവാം, അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെ. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? ഇതിലൊക്കെ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് നന്മയിൽ മുന്നേറണം. നിഷിദ്ധമാക്കിയ കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ മനസ്സുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ എടുക്കണം. ഈ റമദാനിൽ നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം ഇതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു സ്വർഗമുണ്ട് സഹോദരന്മാരെ. അഅത്തു ലിഇബാദി അസ്സാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ ഫഖ്റഊ ഇൻ ശിഅ്തും ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഈൻ. സ്വഹീഹായിട്ടുള്ള മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദ്സിയായിട്ടുള്ള ഹദീസ്. അല്ലാഹ് പറയാണ്,
എന്റെ സർജനങ്ങളായ ദാസന്മാർക്ക്, എന്റെ നല്ലവരായ ദാസന്മാർക്ക് ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, മനുഷ്യ മനസ്സിന് ഭാവന ചെയ്യാൻ സാധിക്കാത്ത പലതും ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. പരലോകത്ത് സ്വർഗത്തിൽ അല്ലാഹ് വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വച്ച കാര്യമാണ്. സർജനങ്ങളായ എന്റെ ദാസന്മാർക്ക് ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, മനസ്സിന് ഭാവനയിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത പലതും ഞാൻ സർജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരാത്മാവും അതിനുവേണ്ടി അതിന്റെ കണ്ണിന് കുളിരേകുന്ന എന്തൊക്കെയാണ് ബോധ്യമാക്കി വച്ചിരിക്കുന്നത് എന്ന് അറിയുന്നില്ല. ഈ ആയത്ത് നിങ്ങൾ വായിക്കുക എന്നുകൂടി അവിടുന്ന് കൂട്ടിച്ചേർത്തു. അങ്ങനത്തൊരു സ്വർഗം അല്ലാഹ് ഒരുക്കി ആർക്ക് വേണ്ടി? സ്വാഇമീങ്ങൾക്ക് വേണ്ടി. റയ്യാൻ എന്ന ഒരു കവാടം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ വിശ്വാസം ദൃഢമാവണം സഹോദരന്മാർ. അതിൽ സംശയം ഉണ്ടാവില്ല. ഗൈബിയായിട്ടുള്ള വിശ്വാസം ദൃഢമാവണം. കാരണം അള്ളാഹുവെ ഞാനും നിങ്ങളും കണ്ടിട്ടില്ല. ഇഹ്സാൻ എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവെ കാണുന്നത് പോലെ അള്ളാഹിനെ ആരാധിക്കുക. നിങ്ങൾ അള്ളാഹുവെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള അടിയുറച്ച വിശ്വാസം, അവനാണ് മുഹ്സിൻ. നമ്മുടെ വിശ്വാസത്തിന് 3 പദവികളുണ്ട്. ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നു, അത് അള്ളാഹുവിൽ കീഴടങ്ങിയ ഒരാളുടെ പേരാണ് മുസ്ലിം എന്ന് പറഞ്ഞത്. ആരാ മുഅ്മിൻ? അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിച്ച വ്യക്തി മുഅ്മിനാണ്. എന്നാൽ മുഹ്സിൻ ആ ദറജയിലേക്ക് ഉയരാനാണ് നമുക്ക് സാധിക്കേണ്ടത്. കാര്യങ്ങൾ അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കാൻ. അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയേ, റമളാനിന്റെ ഓരോ ദിനരാത്രങ്ങളും അള്ളാഹു എങ്ങനെ സെറ്റ് ചെയ്തത്? നല്ല നല്ല കർമ്മങ്ങൾ കൊണ്ടാണ്. എല്ലാ നല്ല കർമ്മങ്ങളും കൂടുതലായി വിശ്വാസികൾ ചെയ്യുന്ന ഒരു മാസം. സമ്പത്തിൽ പാവങ്ങൾക്ക് അവകാശമുണ്ട്, കച്ചവടക്കാർക്കറിയാം. സാമ്പത്തികമായ ഭദ്രതയുള്ള ആള് ഒരു വർഷത്തിൽ അതിന്റെ നിസാബ് എത്തിക്കഴിഞ്ഞാൽ, കണക്കെത്തിക്കഴിഞ്ഞാൽ കൃത്യമായി കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കണം. 2.5%, 5%. അത് നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയക്ക് ആവശ്യമാണ്. അത് നിർബന്ധമാണ്. അത് കമ്മട്ട കൊടുത്താൽ പറ്റില്ല. അതിന്റെ കണക്ക് കൃത്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ അന്വേഷിക്കണം. അറിവില്ലാത്ത ആളുകൾ, പല ആളുകളും ഒരു സുമാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, അത് മാലിന്യമാണ്. നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന, പ്യൂരിഫൈ ചെയ്യുന്ന സംഗതിയാണ് സക്കാത്ത്. അത് ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നിസ്കരിച്ചത് കൊണ്ട് മാത്രം ആവില്ല. നാളെ പരലോകത്ത് കഠോരമായ ശിക്ഷ സക്കാത്ത് തടഞ്ഞു വെച്ച അത് നൽകാത്ത ആളുകൾക്കുണ്ട്. അതിൽ നമ്മൾ പെടരുത്. അത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെട്ടു, നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് വന്നു ചേർന്നു. എന്നാൽ പിശാച് എപ്പോഴും ആഗ്രഹിക്കേണ്ട, അത് കൊടുക്കണ്ട, അവിടെ വെച്ചോ, അവിടെ വെച്ചോ, അവിടെ വെച്ചോ. സഹോദരന്മാരെ, നമ്മുടെ സമ്പത്തിന്റെ അവകാശികൾ, പാവപ്പെട്ട ആളുകൾ, ചോദിച്ചു വരുന്നവർ, അവര് നമ്മുടെ വീട്ടിന്റെ ഉമ്മാരത്തേക്ക് വരുമ്പോ പുച്ഛത്തോടുകൂടി പണം കൊടുക്കുന്ന ആളുകളുണ്ട്. സഹോദരന്മാരെ, മനസ്സിലാക്കിക്കൊള്ളൂ, ആ ഒരവസ്ഥയിലേക്ക് നമ്മെ മാറ്റാൻ അല്ലാത്തൊരു പണിയില്ല. നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ആളുകൾ അവരെ നമ്മൾ ഒരിക്കലും ആട്ടിവിടാൻ പാടില്ല. അവരെ നമ്മൾ പരിഗണിക്കണം. അവർക്ക് 10 രൂപയെങ്കിൽ 10 രൂപ തൃപ്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി നമ്മൾ കൊടുക്കണം. നാളെ ആ അവസ്ഥ എനിക്ക് വരാതിരിക്കാൻ എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ പാപങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ തുറന്നു വെച്ച് മാപ്പ് ചോദിക്കേണ്ട, ഇസ്തിഗ്ഫാർ ചോദിക്കേണ്ട അവസാന സന്ദർഭങ്ങളാണിത്. ഇതുവരെ കൈ അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് പാതിരാരാവിൽ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടക്കാരാണ് നമ്മൾ. നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം, തെറ്റ് ചെയ്യാത്ത ആരാണ് ഇവിടെ ഉള്ളത്? സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. കുല്ലു ബനീ ആദം ഖത്താഊൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദമിന്റെ സന്തതികൾ മുഴുക്ക പാപം ചെയ്യുന്നവരാണ്. വമാ ഉബല്ലിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. വിശുദ്ധ ഖുർആനാണ്. തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തിലാണ് നിങ്ങളെയൊക്കെ ഊട്ടപ്പെട്ടത്. അപ്പൊ തെറ്റ് ചെയ്യൂല എന്നല്ല, തെറ്റ് ചെയ്താൽ 99 ആളെ കൊന്ന ആൾക്ക് പാപമോചനം ഉണ്ടോന്ന് ഇബാദത്തിൽ മുഴുകിയ ഒരാളോട് പോയിട്ട് ചോദിക്കുകയാണ്. അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കൊക്കെ ആര് പാപമോചനം തരാനാണ്? 99 ആളെ കൊന്നില്ലേ? അയാളെയും കൂടി പൂർത്തിയാക്കി 100 തികച്ചു.
എന്നിട്ടും ആ വ്യക്തി സഞ്ചരിക്കുകയാണ്. എന്നിട്ട് ഒരു പണ്ഡിതന്റെ അടുത്തേക്കാ പിന്നെ അദ്ദേഹം ചെല്ലുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് തൗബയുണ്ടോ, എനിക്ക് പാപമോചനമുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു, പണ്ഡിതനായ ആ വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ വന്ന കാര്യമാണ്, നിനക്ക് പാപമോചനമുണ്ട്, അള്ളാഹു നിനക്ക് തൗബ നൽകും. അദ്ദേഹം ആ മനസ്സോടുകൂടി യാത്ര ചെയ്യുമ്പോ ഇദ്ദേഹത്തോട് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്, ഈ നാട്ടിൽ നിന്ന് പോകണം, ഈ നാട്ടിൽ നിന്ന് നിൽക്കരുത്, കാരണം ആളുകൾ തെറ്റിന് പ്രേരിപ്പിക്കുന്ന സാഹചര്യമുണ്ട്, അതുകൊണ്ട് നാടുവിടണം. അങ്ങനെ അദ്ദേഹം സഞ്ചരിക്കുമ്പോ അദ്ദേഹം മരണപ്പെടുകയാണ്. ഈ മരണപ്പെട്ട സഹോദരന്റെ മയ്യത്ത് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്നുള്ള വിഷയം തർക്കം നടത്തുന്ന മലക്കുകൾ. എന്നിട്ട് സ്വർഗത്തിലേക്കാണ് ഇയാൾ അടുത്തത്, നരകത്തിൽ നിന്ന് വിട്ടിട്ടുണ്ട് എന്നുള്ള പേരിൽ ഇദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാവുകയാണ്. എന്താ ഇത് നിങ്ങൾക്ക് മനസ്സിലായത് സഹോദരന്മാരെ? എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? 100 ആളെ കൊന്ന ആൾക്കും അള്ളാഹു തൗബ നൽകും. അള്ളാഹുവാണ് ഗഫ്ഫാർ, അള്ളാഹുവാണ് തവ്വാബ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ റമദാനോടനുബന്ധിച്ച് നന്നാവാൻ വേണ്ടി പള്ളിക്ക് വരുമ്പോ പുച്ഛത്തോടുകൂടി അവനെ നോക്കിക്കൊണ്ട് പച്ചൊക്കെ നന്നായോ എന്ന് ചോദിക്കുന്ന പുച്ഛഭാവം സഹോദരന്മാരെ നമ്മക്കുണ്ടാവരുത്. അള്ളാഹു പുറത്തു തരും. അള്ളാഹു പുറത്തു തരുന്നവനാണ്. അള്ളാഹു ഗഫ്ഫാറാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. നമുക്ക് ബോധ്യം ഉണ്ടാവണ്ടേ? നമ്മൾ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹിനെ പരിശുദ്ധപ്പെടുത്തി ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാം. അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി ധാരാളമായി ചൊല്ലിക്കുക. അതുകൊണ്ട് നഷ്ടം ഉണ്ടാവില്ല. എത്ര പാപങ്ങൾ നമ്മൾ ചെയ്താലും പിന്നീട് ആ പാപം ചെയ്യാതിരിക്കാൻ ഉറച്ച തീരുമാനം, അതാണ് തൗബ. കാക്കത്തൗബ ചെയ്യരുതെന്ന് പറയുന്നത്. എന്താണ് തൗബ? തൗബ എന്ന് പറഞ്ഞാൽ തെറ്റാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുകയും തെറ്റിനെ സംബന്ധിച്ച് ശക്തമായ കുറ്റബോധം മനസ്സിൽ ചെന്ന് കയറുകയും കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക പുറത്തു തരാൻ വേണ്ടി. പിന്നീട് ഒരിക്കലും ആ തെറ്റിലേക്ക് തിരിച്ചു പോവാതിരിക്കുക. എത്ര രൂപത്തിലുള്ള പാപങ്ങൾ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, മനസ്സുകൊണ്ട് നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാവും. ചില ആളുകളെങ്കിലും ഒരുപാട് അമൽസാലിഹാത്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല? ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. പിണക്കങ്ങൾ നിലനിർത്തണം. മാതാപിതാക്കളോട് പിണങ്ങിയവരുണ്ട്, കുടുംബത്തിലുള്ള ആളുകളോട് തെറ്റിയവരുണ്ട്. സഹോദരന്മാരെ, ആ പിണക്കം നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ അമൽസാലിഹാത്ത് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയർന്നു പോവണമെങ്കിൽ നമ്മൾ ബന്ധങ്ങൾ കൂടി, വ്യക്തികളുമായിട്ടുള്ള ബന്ധം, തെറ്റുകൾ നമ്മൾ തിരുത്തി അവരോട് പിണക്കങ്ങൾ തീർക്കണം. ഇത് ഏറ്റവും പ്രധാനമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഇനിയുള്ള ദിവസങ്ങൾ, സമയങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ, സ്വന്തം കാര്യം മാത്രമല്ല, നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, രോഗികളുണ്ട്, ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടുകൂടി അവർ തിരുവനന്തപുരം ക്യാൻസർ സെന്ററിൽ മക്കളുടെ, ഭാര്യയുടെ, ഭർത്താവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി കയറി ഇറങ്ങുകയാണ് റമദാനിൽ പോലും. ആ സാധുക്കൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. പള്ളിയിൽ വരാൻ പറ്റാത്തവരുണ്ട്, നിസ്കരിക്കാൻ വരാൻ പറ്റാത്തവരുണ്ട്, അടങ്ങാത്ത ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, സുജൂദ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, സുജൂദിന് സാധിക്കാത്തവരുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അള്ളാഹു മനസ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പലരും നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾ മറന്നുപോയത്, പ്രത്യേകിച്ച് പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അവർക്ക് വേണ്ടി നമ്മൾ കരുണ ചെയ്യണം. അവരെ നമ്മൾ തള്ളിപ്പറയരുത്, അവരെ നമ്മൾ അകറ്റരുത്, അവരോട് നമ്മൾ കരുണ കാണിക്കണം. സഹോദരന്മാരെ, നമ്മുടെ ജീവിതം നൈമിഷികമാണ്. ആർക്കും ഗ്യാരണ്ടിയില്ല. അങ്ങനത്തെ വാർത്തയാണ് ഓരോ ദിവസവും, ഓരോ സെക്കൻഡിൽ കേൾക്കുന്നത്. ഏത് സമയം നമ്മൾ ആ സ്റ്റേജിലേക്ക് നമുക്കറിയില്ല.
അതുകൊണ്ട് കുഴുന്തും ഈ നിഫാഖും അസൂയയും പകയും വിദ്വേഷവുമൊക്കെ മനസ്സിൽ തോറിയിട്ട് നമ്മൾ പോരുത്. നമ്മൾ അതൊക്കെ ക്ലീനാക്കണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആരാ വിജയിച്ചവര്? ഹൃദയം ശുദ്ധീകരിച്ചവരാണ്. എന്റെ ഹൃദയത്തിനുള്ളിൽ ഒരാളോട് എനിക്ക് ഒരു വെറുപ്പില്ല, ഒരു ഒന്നുമില്ല. എല്ലാവർക്കും ഞാൻ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. ഈ മനസ്സുമായിട്ട് നമ്മൾ അള്ളാഹിന്റെ അടുത്തെത്തിയാൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. അള്ളാഹ് പറയണത് അത്രത്തോളം അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമാണ്. അള്ളാഹ് കാരുണ്യവാനാണ്. ഇതെപ്പോഴേ നമുക്ക് ബോധ്യ പരലോകത്തെത്തുമ്പോ അന്ന് നമ്മൾ ആലോചിക്കും, നമ്മൾ ചിന്തിക്കും, പടച്ചവനെ ആ മിമ്പറിൽ നിന്ന് സംസാരിച്ച സംസാരം ഞാൻ കേട്ട് ഒരു സുന്നത്ത് ഞാൻ അധികരിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ ചിന്തിക്കുന്ന വിലപിക്കുന്ന ഒരു സമയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും. അത് വരുന്നതിന് മുമ്പ് ധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. കയ്യിലുണ്ട് പൈസ, ബാങ്കിലുണ്ട്, നമ്മൾ കൊടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ തരും. പാവപ്പെട്ട ആളുകൾ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിവില്ലാത്ത, ഭക്ഷണം ഒരുക്കാൻ കഴിവില്ലാത്ത, ഒരു കിലോ ഇറച്ചി വാങ്ങാൻ പൈസയിലായിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ചുറ്റുപാടുണ്ട്. താഫുഫ് കൊണ്ട് അവർ ചോദിക്കാൻ മടി കാണിക്കുന്നവരാണ്. കണ്ടറിഞ്ഞ് അവർക്ക് ചുറ്റുകൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഇറയിൽ നിന്ന് ചോദിക്കേണ്ട ഗതികേട്. ഇന്നലെ നമ്മൾ കുറെ വീടുകളിൽ നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ കയറി ഇറങ്ങുകയാണ്. അഭിമാനത്തിന് ക്ഷണം നൽകുന്ന കാര്യം ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അവരുടെ അവകാശങ്ങളാണ്. അത് അവരുടെ വീട്ടിലെത്തിക്കാനുള്ള നമ്മുടെ ബാധ്യതയാണ്. മുസ്ലിമിന്റെ വീട്ടിലിങ്ങനെ ഇറക്കാൻ വരേണ്ടവരല്ല അവിശ്വാസികൾ. ഈ സമൂഹം ഇനി മാറേണ്ടിയിരിക്കുന്നു. സമുദായത്തിൽ മാറ്റം വരേണ്ടതുണ്ട്. ഞാനതാണ് ഗൗരവത്തിൽ സൂചിപ്പിക്കുന്നത്. സഹോദരന്മാരെ, നമ്മളൊക്കെ അല്ലാഹുവിനോട് നിഅമത്തിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി മുസ്ലിം ഉമ്മത്ത് പല ഇടങ്ങളിലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് പീഡനം നടക്കുന്നു? സഹോദരന്മാരെ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കൈകൾ അള്ളാഹുവിലേക്ക് ഉയരേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. പെരുന്നാൾ സുദിനം സൂചിപ്പിക്കാനുള്ളത് അത് ആഘോഷമാണ്. വിശ്വാസികൾക്ക് രണ്ടാഘോഷമുള്ളത്, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. രണ്ടും ത്യാഗത്തിന്റെ സ്മരണകൾ അയവിറക്കുന്ന സന്ദർഭമാണ്. ഒരു മാസക്കാലം വ്രതം അനുഷ്ഠിച്ച ആളുകൾക്കുള്ളതാണ് ഈദുൽ ഫിത്ർ. ഈദുൽ അദ്ഹ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെയും ത്യാഗസ്മരണകൾ അയവിറക്കുന്നതാണ്. അതുകൊണ്ട് ആ ആഘോഷത്തിൽ പരിധികളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മാസം നോമ്പനുഷ്ഠിച്ച് ഒരുപാട് ഖൈറുകൾ സമ്പാദിച്ച് അവസാനം ഒരു പെണ്ണിനെപ്പോലെ നിങ്ങൾ ആവരുത് എന്ന് ഖുർആൻ പറയുന്നു. എന്താണ് ആ പെണ്ണിന്റെ സ്വഭാവം എന്ന് പറയുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ അവള് കയറ് പിരിച്ച് ഉണ്ടാക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ ആ കയറിന്റെ പിരി ഉടക്കുകയാണ്. സാധാരണ നമ്മൾ നാറാണത്ത് പ്രാന്തന്റെ ഉദാഹരണം പറയുന്നു. അങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാരുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ 30 ദിവസം നോമ്പനുഷ്ഠിച്ച് ഒരുപാട് ഖൈറുകളിൽ അയാൾ വന്നു. അവസാനം അത് നഷ്ടപ്പെടുത്തുക. അതിൽ നമ്മൾ പെടരുത്. നമ്മൾ നന്മയിൽ മുന്നേറുക. അതാണ് ഖുർആൻ ഉത്ബോധിപ്പിച്ചത്. യാ ഇബാദില്ലദീന ആമനു ഇത്തഖൂ റബ്ബക്കും ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയാ ഹസന. നന്മയിൽ മുന്നേറിയ ആളുകൾക്ക് ദുനിയാവ് തന്നെ ഖൈറുണ്ട്, സമാധാനമുണ്ട്. ആ സമാധാനം നമുക്ക് കിട്ടി റാഹത്തായിട്ട് മരണപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ, പോരായ്മകൾ, തെറ്റുകൾ അല്ലാഹു അവന്റെ ഫളൽ കൊണ്ട് നമുക്കൊക്കെ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات توفنا مسلما وألحقنا بالصالحين توفنا مسلما وألحقنا بالصالحين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وأصحابه أجمعين.